ഹലോ, നമുക്കിന്ന് AWSനകത്തുള്ള S3 എന്ന് പറയുന്ന ഒരു സർവീസ് നോക്കാം. S3 ബക്കറ്റ് എന്നൊക്കെ നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവാം എവിടെയെങ്കിലും. അപ്പോൾ S3 എന്ന് പറയുന്നത് നമുക്ക് AWS ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു സർവീസാണ്. അപ്പോൾ മുന്നത്തെ സെഷനുകളിൽ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? AWS പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു സ്റ്റോറേജ് സർവീസസ് നമ്മൾ സംസാരിച്ചതാണ്. EBS ആണെന്നുണ്ടെങ്കിൽ പോലും EFS, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു S3. ചെറിയ ഒരു എന്താ പറയുക ഷോർട്ടായിട്ട് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ EBS എന്ന് പറയുന്നത് എന്താണ്? ബ്ലോക്ക് സ്റ്റോറേജ് ആണ്. EFS എന്ന് പറയുന്നത് ഫയൽ സിസ്റ്റം ടൈപ്പാണ് അല്ലേ? അതായത് ഈ 3 എന്താ പറയുക സ്റ്റോറേജ് സർവീസസിൻ്റെയും പർപ്പസ് ഡിഫറെൻ്റ് ആണ്. നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഓരോ സർവീസിലും സ്റ്റോർ ചെയ്യുന്ന ഡാറ്റകളുടെ എന്താ പറയുക അതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ EBSൽ ബ്ലോക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? EBSൻ്റെ അകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റകളെല്ലാം എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ആവുന്നത് അല്ലേ? EFSലാണെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ സിസ്റ്റം സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ S3ൻ്റെ അകത്ത് വരുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. അതായത് എന്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആര് റിസീവ് ചെയ്യുന്നത്? S3 റിസീവ് ചെയ്യണം. അതുകൊണ്ട് ഒബ്ജക്റ്റ് സ്റ്റോറേജ് എന്നും കൂടി നമ്മൾ എന്ത് പറയാറുണ്ട്? S3 പറയാറുണ്ട്. അപ്പോൾ S3 എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റോറേജ് സർവീസാണ്. S3യുടെ ഒരു ഫുൾ ഫോം ആണ് സിമ്പിൾ സ്റ്റോറേജ് സർവീസ്. ഓക്കെ, ഈ 3 S അതിൻ്റെ ഒരു ഷോർട്ടാണ് എന്ത്? S3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ AWS നമുക്ക് തരുന്ന എന്താ പറയുക ഒരു സ്റ്റോറേജ് സർവീസാണ് S3. അപ്പോൾ ഇതിന് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് S3യുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുപോലെ പ്രോപ്പർട്ടീസ്, ഫങ്ഷനാലിറ്റി, അത് എന്തുകൊണ്ടാണ് S3 ഇത്രയും എന്താ പറയുക മോസ്റ്റ് പോപ്പുലർ ആയത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യണത്. അപ്പോൾ ഈ S3ൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏത് രീതിയിലുള്ള ഡാറ്റ വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് സ്റ്റോർ ചെയ്യുന്നത് പോസിബിളാണ്. അപ്പോൾ S3 എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഗൂഗിൾ ഡ്രൈവ്, അല്ലാതെ വൺ ഡ്രൈവ്, നമ്മളുടെ ഡ്രോപ്പ് ബോക്സ്, ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് എന്ത് S3. അപ്പോൾ ഇതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. അതായത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഡാറ്റകൾ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല വേറെ എന്തെങ്കിലും ലിമിറ്റേഷൻസോ കാര്യങ്ങളൊന്നും S3യുടെ സൈഡിലില്ല. അപ്പോൾ S3 നമുക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് റെസ്ട്രിക്ഷൻ ഏത് രീതിയിലുള്ള ഡാറ്റകളും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഗൂഗിൾ ഡ്രൈവ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്റ്റോർ ചെയ്യും? നമ്മളുടെ ഇമേജസ്, വീഡിയോസ്, നമ്മളുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ചാർട്ട്, ഗ്രാഫ്, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂവി വരെ നമ്മൾ മേ ബി വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് S3യിൽ എന്ത് ചെയ്യാം? നമ്മളുടെ എന്തെങ്കിലും ഡാറ്റകൾ വേണമെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. അതല്ല നമ്മുടെ ഇമേജസോ വീഡിയോസോ മൂവിയോ നമ്മളുടെ എന്തെങ്കിലും വേറെ എന്ത് രീതിയിലുള്ള, അതായത് ഒരു എക്സൽ ഷീറ്റോ CSV ഫയലോ JSON ഫയലോ, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ S3യിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യുന്നത് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ് ഒരു പ്ലസ് പോയിൻ്റ് ആണ് S3യെ സംബന്ധിച്ച്. നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത് S3 എന്തുകൊണ്ടാണ് മോസ്റ്റ് പോപ്പുലർ ആയത്? അതായത് ഒരു ഓൾമോസ്റ്റ് ഓർഗനൈസേഷൻസ് എല്ലാം S3 എന്ന് പറയുന്ന AWS പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സർവീസ് യൂസ് ചെയ്യാൻ എന്താണ് കാരണം? അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങൾ. ഒന്ന് എന്ന് പറഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും എന്താ പറയുക കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ആര് സോൾവ് ചെയ്യുന്നത്? S3 സോൾവ് ചെയ്യുന്നത്. അതായത് നമുക്ക് എപ്പോഴും വരുന്നതാണ് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ആണെന്നെങ്കിൽ പോലും, നമ്മുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ എന്താ പറയുക ഡിസ്ക് സ്പേസ് റൺ ഔട്ടായി പോകാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോണിലോട്ടാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മെമ്മറി കാർഡ്, അത്തരം രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യും. ബട്ട് നമ്മളൊരു ഓർഗനൈസേഷൻ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു വലിയ ഒരു ഓർഗനൈസേഷൻ ലെവലിലാകുമ്പോൾ അവിടെ ഒരുപാട് ഡാറ്റാസ് നമ്മൾക്ക് കീപ്പ് ചെയ്യേണ്ടി വരും. മേ ബി നമ്മളുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഫ്ലിപ്കാർട്ടോ ആമസോണൊക്കെ എന്നുണ്ടെങ്കിൽ അതിനൊരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും അല്ലേ? ഈ ഡാറ്റാബേസിൻ്റെ അകത്തായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന മുഴുവൻ യൂസർ ഡാറ്റകളും. അതായത് ഓരോ യൂസറിൻ്റെ ഡാറ്റകളും മറ്റ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഡാറ്റാബേസിലായിരിക്കും. ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും?
ഈ ഒരു ഡാറ്റാബേസിൻ്റെ ഡംപ് എടുക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ബാക്കപ്പ് കീപ്പ് ചെയ്യണം, മേ ബി ഓൺലൈൻ ബാക്കപ്പ് സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കാം, അപ്ലിക്കേഷൻ്റെ ലോഗ് ഫയൽസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാറില്ല, സെർവറിൽ തന്നെ സ്റ്റോർ ചെയ്യാറില്ല. സെർവറിൽ തന്നെ സ്റ്റോർ ചെയ്യുമ്പോഴുള്ള ഒരു ഇഷ്യൂ എന്താ, മേ ബി ആ സെർവറിന് 500 GB ആയിരിക്കും, അല്ലാതെ 1 TB 3 TB 4 TB ഒക്കെ ആയിരിക്കാം അതിൻ്റെ ഡിസ്ക് സ്പേസ് എന്ന് പറയുന്നത്. മേ ബി നമ്മളൊരു വലിയൊരു അപ്ലിക്കേഷനോ അല്ലാതെ വലിയൊരു ഓർഗനൈസേഷനിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി TBയിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഓരോരോ ബാക്കപ്പ് ഡം ഫയലുകളും ലോഗ് ഫയലുകളൊക്കെ ഉണ്ടായിരിക്കുക. മേ ബി 2 TB 3 TB ഒക്കെ എന്തുണ്ടായിരിക്കും, ലോഗുകളുടെ ഫയൽ ഉണ്ടായിരിക്കും, ലോഗ്സ് ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസിൻ്റെ ഡംപ് ഫയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബൾക്ക് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ആവശ്യമുള്ള സമയത്ത് റീസ്റ്റോർ ചെയ്യണമെന്നെങ്കിൽ നമ്മുടെ സെർവറിൽ ഈ ഡംപ് ഫയലൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ചുമ്മാ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ ഇന്നൊരു ഡംപ് ഫയൽ എടുത്തു, അതൊരു 2 TB ഉണ്ട്, ഓക്കെ, ഞാൻ അത് സെർവറിൽ കീപ്പ് ചെയ്ത് വെച്ചു. ഞാൻ നെക്സ്റ്റ് വീക്ക് നമ്മൾ ഓരോ പീരീഡ് ഓഫ് ടൈമിലും നമ്മൾ എന്ത് ചെയ്യും, മേ ബി ഇതിൻ്റെ ഡംപ് എല്ലാം എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താവും, നമ്മളുടെ സെർവറിൻ്റെ ഡിസ്ക് സ്പേസ് അവിടെ എക്സീഡ് ആവും. നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ഡിസ്ക് മേ ബി ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, അല്ലേ. ബട്ട് ഈ പ്രോബ്ലം ഒക്കെ നമുക്ക് എവിടെ സോൾവ് ചെയ്യാം, നമ്മളൊരു S3 ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു ഡാറ്റാബേസിൻ്റെ ഡംപ് എല്ലാം നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം, S3യിൽ കീപ്പ് ചെയ്യാം. ഒത്തിരി ലോഗ്സ് ഉണ്ടായിരിക്കാം, ആ ലോഗ് ഫയലുകളൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം, S3ക്ക് അകത്ത് കീപ്പ് ചെയ്യാം, അല്ലേ. ഒരു എക്സാമ്പിളാണ്, മേ ബി ഈ ലോഗ് ഫയലും ഡംപൊന്നുമല്ല, ഡാഷ്ബോർഡ് ആവാം, എന്തെങ്കിലും ചാർട്ട് ആവാം, എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻസ് ആവാം, അതല്ല മേ ബി എന്താവാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും എക്സൽ ഫയലുകളാവാം, വേറെ CSV ഫയലുകളോ JSON ഫയലുകളോ എന്തെങ്കിലും HTML ഫയലുകൾ, എന്ത് സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ കീപ്പ് ചെയ്യാം, സെർവറിൽ കീപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു S3 ബക്കറ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കീപ്പ് ചെയ്യാൻ പറ്റും. ആ ബക്കറ്റ് എന്താണെന്നൊക്കെ നമുക്ക് പയ്യെ നോക്കാം, ഓക്കെ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടാണ് മോസ്റ്റ് പോപ്പുലർ ആവുന്നത് S3. അതായത് നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം ആര്, S3. അപ്പോൾ S3യിൽ വരുമ്പോൾ AWS ഡിമാൻഡ് ചെയ്യുന്നതാണ് ഹൈ അവൈലബിലിറ്റി, ഓക്കെ. അതായത് നമ്മളുടെ ഡാറ്റ S3യിൽ കീപ്പ് ചെയ്യുന്ന നമ്മളുടെ ഡാറ്റ എന്തായിരിക്കും, ഹൈ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റിലയബിലിറ്റി, ഓക്കെ, ഹൈ റിലയബിൾ ആയിരിക്കും. പിന്നെ ഹൈ പെർഫോമൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെ ആര് ഓഫർ ചെയ്യുന്നുണ്ട്, AWS നമ്മളുടെ മുന്നോട്ട്. നിങ്ങൾ S3 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ S3യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഇമേജ് S3യിൽ അകത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ ഇമേജ് എന്താണ്, ഒബ്ജക്റ്റാണ്. അതുപോലെ ഞാനൊരു എക്സൽ ഷീറ്റ് കൊണ്ടുപോയിട്ടാൽ ആ എക്സൽ ഷീറ്റ് എന്താണ്, S3യുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു അതായത് എന്തൊരു സംഭവം ഞാൻ S3ക്ക് അകത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്താലും അത് ഒബ്ജക്റ്റാണ്, ഓക്കെ. അപ്പോൾ നമ്മൾ S3ക്ക് അകത്തൊരു ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവൈലബിലിറ്റിയും റിലയബിലിറ്റിയും എല്ലാം എന്താണ് AWS പറയുന്നത്, 99.9999% ആണ്. അതായത് അത്രയും അവൈലബിലിറ്റി ഉറപ്പ് തരുന്നുണ്ട് AWS. ഇപ്പോൾ നമ്മൾ സെർവറിലാണെന്നുണ്ടെങ്കിൽ മേ ബി എന്ത് സംഭവിക്കാം, സെർവറിന് എന്തെങ്കിലും ക്രാഷ് സംഭവിച്ചു, അതല്ല എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മേ ബി നമ്മളുടെ ഫയലുകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ S3യിൽ വരുമ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അതുപോലെ പെർഫോമൻസ് ആയാലും സെക്യൂരിറ്റി. അപ്പോൾ നമ്മളുടെ ഡാറ്റാബേസിൻ്റെ ഡംപ് ഫയൽ, ഓക്കെ. അപ്പോൾ ഡാറ്റാബേസിൻ്റെ ഡംപ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് യൂസേഴ്സിൻ്റെ എന്തുണ്ട്, ഇൻഫോ ഉണ്ട്, അല്ല, ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് എന്ത് വേണം, സെക്യൂരിറ്റി വേണം. ഇപ്പോൾ നമ്മൾ S3യിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവിടെ ചുമ്മാ കൊണ്ടുപോയിടാൻ കഴിയില്ല. കാരണം ആരെങ്കിലും അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ലയൻസിൻ്റെ അല്ലാണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മുഴുവൻ ഡാറ്റയാണ് അവിടെ ലോസ് ആയി പോകുന്നത്. അപ്പോൾ ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ പോലും നമുക്ക് എവിടെ കീപ്പ് ചെയ്യാൻ കഴിയും, S3 അകത്ത് കീപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, S3യുടെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലാതെ തന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. അതായത് ഹൈലി അവൈലബിൾ ആയിരിക്കും, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ ഡാറ്റ ഹൈലി അവൈലബിൾ ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, പെർഫോമൻസ് ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒന്നാണ് കോസ്റ്റ് എഫക്റ്റീവ്. അതായത് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കോസ്റ്റ് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും, ഓക്കെ. ഇപ്പോൾ ബൾക്കായിട്ടായിരിക്കും നമ്മൾ S3യിലെല്ലാം
ഓരോരോ ഫയലുകളായാലും ഡാറ്റകളായാലും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി 1 TB ഉണ്ടായിരിക്കാം, 2 TB ഉണ്ടായിരിക്കാം, അതിൽ കുറവാവാം, അതിൽ കൂടുതലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കോസ്റ്റ് ഒപ്റ്റിമൈസ്, അതായത് ഏതൊരു സർവീസ് നമ്മൾ AWSൽ യൂസ് ചെയ്യുമ്പോഴും നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടായിരിക്കും, അതിനൊരു എമൗണ്ട് AWS നമുക്ക് ബില്ല് ചെയ്യും അല്ലേ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം, ബൾക്ക് എമൗണ്ട്, ഇപ്പോൾ 1 TB ആയാലും ഒരു 5 TB ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിൽ കോസ്റ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിയും, അതായത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും എന്താണ് S3യുടെ ഒരു ഫീച്ചറാണ്. ഇനി S3യിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതായത് ഒരു വീഡിയോ ആവാം, ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഇനി ഒരു എക്സൽ ഷീറ്റ് ആവാം, ഓക്കെ, അതല്ല എന്തെങ്കിലും റിപ്പോർട്ടുകളാവാം, എന്തെങ്കിലും JSON ഫയലോ CSV ഫയലോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു S3ക്ക് അകത്ത് കൊണ്ടുപോയിട്ട് ഡിപ്ലോയ്, ഒരു ആപ്ലിക്കേഷൻ ആവാം, വെബ്സൈറ്റ് ആവാം, ഓക്കെ, നമ്മളുടെ ഡം ഫയൽ ആവാം, ഓൺലൈൻ ബാക്കപ്പ് എടുക്കുന്ന എന്തെങ്കിലും സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം, ആ ബാക്കപ്പ് നമ്മുടെ S3യിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതെല്ലാം അപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിങ് കോൺഫിഗറേഷൻ ഫയലുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, കോൺഫിഗറേഷൻ ഫയലുകൾ, അപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കോൺഫിഗറേഷൻ ഫയലുകളൊക്കെ മേ ബി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് S3യിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് S3 യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചുരുക്കി പറഞ്ഞത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എന്ത് ഡാറ്റ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, S3ക്കകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയും. നമ്മൾ കൺസോളിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ജസ്റ്റ് S3 എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് S3യുടെ സ്കെയിലബിൾ സ്റ്റോറേജ് ഇൻ ദ ക്ലൗഡ്. ഓക്കെ, സ്കെയിലബിലിറ്റിയും കൂടി നമ്മളിവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് സ്കെയിലബിലിറ്റി നമ്മൾ മുന്നേ സംസാരിച്ചതാണ് EFSൻ്റെ കാര്യത്തിലൊക്കെ അല്ലേ. അതായത് റെസ്ട്രിക്ഷൻസ് ഇല്ല, എന്തിൽ, ഡാറ്റയുടെ സൈസിൽ അതായത് 10 GB സ്റ്റോറേജ് ഉള്ളൂ S3യിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 GB സ്റ്റോറേജ് ഉള്ളൂ എന്നൊരു റെസ്ട്രിക്ഷൻ നമുക്കില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ബൾക്ക് എമൗണ്ട്, നമ്മളുടെ കയ്യിൽ എത്ര സൈസ് ഡാറ്റ ഉണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപ്ലോഡ് ചെയ്തിട്ട് നമ്മളുടെ S3യിൽ നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് പോസിബിളാണ്. അതായത് സൈസിലും എന്തില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല. ഞാനിപ്പോൾ ഒരു 1 TB എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം, 2 TB സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മൾ EBS എല്ലാം നമ്മൾ യൂസ് ചെയ്തിരുന്ന ടൈമിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു പ്ലാൻ ചെയ്യും അല്ലേ. അതായത് എനിക്കൊരു 50 GB EBS ബ്ലോക്ക് സ്റ്റോറേജ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 GB ബ്ലോക്ക് സ്റ്റോറേജ് വേണം. പക്ഷേ S3യുടെ കാര്യത്തിൽ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു പ്ലാനും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ S3 കാണാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ബക്കറ്റ് എന്നൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ S3യിലുള്ള ബക്കറ്റുകളെ എനിക്കിവിടെ ലിസ്റ്റ് ചെയ്താണ്. എൻ്റെ ഈ ഒരു കൺസോളിൽ, ഈ ഒരു AWS അക്കൗണ്ടിൽ ഒരു 3 S3 ബക്കറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ബക്കറ്റ് കൊടുത്താൽ മതി. ഈ S3 ബക്കറ്റ് ഞാൻ പറഞ്ഞുതരാം. S3 ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, S3ക്ക് അകത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എത്ര വേണമെങ്കിലും ബക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു ബക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ S3യുടെ AWSൽ S3 ബക്കറ്റ് എന്നാ പറയാം. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോന്നും ഓരോ ബക്കറ്റാണ്. അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പർപ്പസിനും ഓരോ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ബക്കറ്റിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു അപ്ലിക്കേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഫേസിൽ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്, പ്രൊഡക്ഷനിൽ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിളിനാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലിക്കേഷൻ്റെ ബാക്കപ്പ് ഞാൻ വീക്ക്ലി എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ബാക്കപ്പ് ഞാൻ എന്താ ചെയ്യുന്നത്, S3യിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, S3ക്ക് അകത്തൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ആ ബക്കറ്റിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പേര് കൊടുക്കാം, മൈ ഡവ് ബക്കറ്റ് എന്നോ എന്തെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഓക്കെ, അതുപോലെ എനിക്ക് പ്രൊഡക്ഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കപ്പും ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കപ്പും ഈ ബക്കറ്റിൽ തന്നെ കൊടുത്തിടാം. പക്ഷേ ഒരു സ്ട്രക്ചർ നമ്മൾക്ക് എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ബക്കറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം.
ഇതിൻ്റെ ബാക്കപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൊടുത്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക, നമ്മളുടെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എത്ര ബക്കറ്റ് വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ബക്കറ്റ്സിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഓൾറെഡി 3 ബക്കറ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 ബക്കറ്റിന് ഞാൻ പ്രോപ്പറായിട്ടുള്ള നെയിമിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ബിം വ്യൂവർ ബക്കറ്റ്, അതുപോലെ എൻ്റെ ടെംപ്ലേറ്റ്സിൻ്റെ ഒരു ബക്കറ്റ് ഉണ്ട്, ഒരു രജിസ്ട്രി ലൈസൻസ് കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ബക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങളിപ്പോൾ ജസ്റ്റ് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് ആയിട്ട് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്രിയേറ്റ് ബക്കറ്റ് കൊടുത്തു. ഇപ്പോൾ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബക്കറ്റിന് ഒരു പേര് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ബക്കറ്റിന് പേര് കൊടുക്കേണ്ടടുത്ത് ഒരു റൂളുണ്ട്. അതായത് ഈ കൊടുക്കുന്ന ബക്കറ്റിൻ്റെ നെയിം എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. ഓക്കെ, യുണീക്ക് മീൻസ് ഗ്ലോബലി യുണീക്ക് ആയിരിക്കണം. നമ്മളുടെ ഈ ഒരു AWS അക്കൗണ്ട്, ഇപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ടെസ്റ്റ് എന്ന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് കാണാം, ബക്കറ്റ് വിത്ത് ദ സെയിം നെയിം ഓൾറെഡി എക്സിസ്റ്റ്. അതായത് ടെസ്റ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു ബക്കറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ആണ്. ബട്ട് അങ്ങനെ ടെസ്റ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു ബക്കറ്റ് എവിടെ ഇല്ല, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്ലോബലി യുണീക്ക് ആയിരിക്കണം. AWS S3ൻ്റെ അണ്ടറിൽ ഇന്നേ വരെ ആരും ക്രിയേറ്റ് ചെയ്യാത്ത ഒരു യുണീക്ക് നെയിം ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത്തരം സിമ്പിൾ നെയിമുകൾ ടെസ്റ്റ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ മൈ ബക്കറ്റ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആരെങ്കിലുമൊക്കെ, നമ്മളാവണമെന്നില്ല, നമ്മളുടെ ഇന്ത്യയിലുള്ള ആവണമെന്നില്ല, ആരെങ്കിലുമൊക്കെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഏറ്റവും സിമ്പിളായിട്ട് മൈ ബക്കറ്റ് എന്ന് കൊടുത്തു. ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കണം. ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ടാവില്ല. കണ്ടോ, ബക്കറ്റ് വിത്ത് ദ സെയിം നെയിം ഓൾറെഡി എക്സിസ്റ്റ്. അതായത് ഗ്ലോബലി എന്താണ്, നമ്മളുടെ മൈ ബക്കറ്റ് എന്ന പേരിൽ ആരോ, നമ്മളല്ല, നമുക്ക് അറിയാത്തവരാവാം അറിയുന്നവരാവാം, അതൊന്നും നമുക്കറിയില്ല, ആരോ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെയിം നെയിമിൽ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു പേരിൽ ഇനി ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് വേണം കൊടുക്കാൻ. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ വളരെ മീനിങ് ആയിട്ടുള്ള പേരിൽ നമ്മൾ ഓരോ ബക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഡവ് BGRTC ഇമേജ് രജിസ്ട്രി ആപ്പ് സൗത്ത് ഈസ്റ്റ് 1, ഈ ഒരു പേരിൽ ചിലപ്പോൾ ഇന്ന് വരെ ആരും ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. S3യിലുള്ള എല്ലാ ഒബ്ജക്റ്റും എന്താണ്, ഗ്ലോബലി ആക്സസിബിൾ ആണ്. ഇവിടെ വന്നാൽ കാണാം എന്താണ്, സിംഗപ്പൂർ റീജിയനിലാണ് ഞാൻ ഈ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യണത് അല്ലേ. സിംഗപ്പൂർ റീജിയനിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, സിംഗപ്പൂരിൽ നിന്നും ഞാൻ സ്വിച്ച് ചെയ്തിട്ട് നമ്മളുടെ മുംബൈ റീജിയനിൽ വന്നു. അതായത് ഞാൻ റീജിയൻ മാറി. ബക്കറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ എന്ത് കാണാം, സ്റ്റിൽ ആ ബക്കറ്റ്സ് ഇവിടെയും ഉണ്ട്. കണ്ടോ, ആ ബക്കറ്റ്സ് എനിക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ നമുക്ക് അങ്ങനെ കാണാൻ കഴിയാറുണ്ടോ? ഇപ്പോൾ ഞാൻ സിംഗപ്പൂർ റീജിയനിൽ ഒരു EC2 ഞാൻ ലോഞ്ച് ചെയ്തു. ഓക്കെ, ഞാൻ മുംബൈ റീജിയനിൽ പോയി എനിക്ക് ആ EC2 കാണാൻ കഴിയാറില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറയാറുണ്ട് AWSനകത്തുള്ള പല സർവീസസും എന്താണ്, റീജിയൻ സ്കോപ്പാണ് അല്ലേ. ഈ റീജിയനിലുള്ള സാധനം നമുക്ക് മറ്റു റീജിയനിൽ പോയാൽ കാണാൻ കഴിയില്ല. ബട്ട് S3 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്ലോബൽ സർവീസാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കണേ, S3 എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സർവീസാണ്. അതായത് നമുക്ക് വേൾഡ് വൈഡ് എവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, S3 ആക്സസ് ചെയ്യുന്നത് പോസിബിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റീജിയൻ വരെ ചേഞ്ച് ചെയ്തിട്ടും എനിക്ക് ആ ഒരു S3 ബക്കറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇതിൽ കിടക്കുന്ന S3 ബക്കറ്റിലുള്ള ഏതൊരു ഒബ്ജക്റ്റും എന്താണ്, ഗ്ലോബലി ആക്സസിബിളാണ്. അതായത് ഇപ്പോൾ ഞാൻ ഒരു ബക്കറ്റിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ ഞാനൊരു ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തു. ഓക്കെ, ആ സ്റ്റോർ ചെയ്ത ഒബ്ജക്റ്റിന് ഒരു URL ഉണ്ടായിരിക്കും, അത് S3 നമുക്ക് തരുന്നതാണ്. ഓക്കെ, ആ URL ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ കഴിയും, ആ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, അത് ഡിസ്പ്ലേ ചെയ്ത് കാണാം.
ഓക്കെ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, എന്തും ചെയ്യാം. ആ URL ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവർക്കെല്ലാം ഞാൻ എൻ്റെ ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് ആക്സസിബിൾ ആണ്. ബട്ട് അത് നല്ലൊരു സംഭവമല്ല അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഡാറ്റാബേസിൻ്റെ ഡംപ് അല്ലാതെ എൻ്റെ ഡാറ്റാബേസിൻ്റെ ബാക്കപ്പ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാറ്റാബേസിൻ്റെ ബാക്കപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് ക്രെഡൻഷ്യൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, S3യിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൻസിറ്റീവായ ഇത്തരം ഡാറ്റാസ് ഞാൻ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് URL ഉണ്ടായിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ആ ക്രെഡൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ അതവിടെ സെക്യൂർഡ് അല്ല. അപ്പോൾ ഗ്ലോബലി ആക്സസിബിൾ ആണ്, എന്നിരുന്നാൽ പോലും സെക്യൂർഡ് ആക്കാനും നമുക്ക് കഴിയും. സെക്യൂരിറ്റി നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞതാണ്. സെക്യൂരിറ്റി സൈഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല റെസ്ട്രിക്ഷൻസ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഡംപ് ഫയലാണ് അല്ലാണ്ട് എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളാണെന്നുണ്ടെങ്കിൽ അവിടെ ബക്കറ്റ് പോളിസികളും SQL ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിലും അതിലോട്ടുള്ള ആക്സസ് കാര്യങ്ങളെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാം. ഓക്കെ, അതും പോസിബിളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മൂവിങ് ഫോർവേഡ് ഓരോരോ ഡെമോ ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളത് ടെസ്റ്റ് അടിച്ച് നോക്കുന്നതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ മുന്നേ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ S3യുടെ മറ്റൊരു വർക്ക് ഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഗ്ലോബലി ആക്സസിബിൾ ആണെന്ന് പറഞ്ഞല്ലേ. ഈ ഗ്ലോബലി ആക്സസിബിൾ ആകുമ്പോഴുള്ള ഒരു ഗുണം എന്താണ്? അതായത് ഇപ്പോൾ USA-യിൽ നിന്നുള്ള ഒരാൾക്കും വേണമെങ്കിൽ എൻ്റെ ബക്കറ്റിലുള്ളത് ആക്സസ് ചെയ്യാം, ഓസ്ട്രേലിയയിലുള്ള ഒരാൾക്ക് വേണമെങ്കിലും എൻ്റെ ബക്കറ്റിലുള്ള ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, എൻ്റെ ബക്കറ്റിൽ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാം. അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്? ഒരു ഗ്ലോബൽ സർവീസാണ്. ഗ്ലോബലി ആ ഒരു ഒബ്ജക്റ്റിനെ ആർക്കും ആക്സസ് ചെയ്യാം, ആക്സസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഗ്ലോബൽ സർവീസ് ആകുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്? ലേറ്റൻസി പീരീഡ് എന്തായിരിക്കും? ലോ ലേറ്റൻസി ആയിരിക്കും. ഓക്കെ, ലോ ലേറ്റൻസി ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും? ഹൈ പെർഫോമൻസ് ആയിരിക്കും. പെർഫോമൻസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇപ്പോൾ ലോ ലാറ്റൻസി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് S3 ബക്കറ്റ് ഒന്നല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനൊരു ഡാറ്റാ സെൻറ്ററിലുള്ള ഒരു സെർവറാണ്. ഓക്കെ, ഇത് എന്താ പറയുക, USA-ലുള്ള ഒരു ഡാറ്റാ സെൻറ്റർ ആണെന്ന് വിചാരിക്കും. ഡാറ്റാ സെൻറ്ററാണ്. ഇതിലുള്ള ഒരു സെർവറിൽ എന്തുണ്ട്, എൻ്റെ ഒരു ഡാറ്റ ഉണ്ട്. ഓക്കെ, ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? ഞാൻ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഡാറ്റനെ ഞാൻ ആക്സസ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കും. അപ്പോൾ ഞാൻ എന്തിന് ഉള്ള റിക്വസ്റ്റാണോ അയച്ചത് അതിനുള്ള റെസ്പോൺസ് ഇങ്ങോട്ട് വരും അല്ലേ? അപ്പോഴല്ലേ നമ്മൾക്ക് ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത സാധനം നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് നമ്മളുടെ എൻഡിലോട്ട് റിസീവ് ആവുന്നത് അല്ലേ? ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് പോകും, അതിനുള്ള റെസ്പോൺസ് ഇങ്ങോട്ട് പോകും. അത് HTTP ആവാം, എന്തും ആവാം. ഓക്കെ, ബട്ട് ഇന്ത്യയിലിരിക്കുന്ന ഞാൻ USA-ലിരിക്കുന്ന ഡാറ്റാ സെൻറ്ററിലെ ഒരു ഡാറ്റ ഞാൻ ആക്സസ് ചെയ്യുമ്പോൾ ഈ പോകുന്ന റിക്വസ്റ്റ് ഒരുപാട് റൗട്ടറിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇത് ഡയറക്റ്റ് അങ്ങോട്ട് പോകുന്നതല്ല, നെറ്റ്വർക്കിലുള്ള ഒരുപാട് റൗട്ടറിലൂടെയാണ് കടന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അങ്ങോട്ട് പോയി അവിടുന്ന് ആ റെസ്പോൺസ് ഇങ്ങോട്ട് വരണം. അപ്പോൾ അവിടെ എന്ത് കുറച്ചൊരു ഡിലേ ഉണ്ടായിരിക്കും. ഓക്കെ, മേ ബി നമ്മൾ ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ വിചാരിച്ച ഡാറ്റ നമ്മളുടെ എൻഡിലോട്ട്, നമ്മളുടെ എന്താ പറയുക ലോക്കൽ സിസ്റ്റത്തിലോട്ടോ ക്ലയൻറ്റ് മെഷീനിലോട്ടോ എത്തണമെന്നില്ല. ഓക്കെ, ബട്ട് ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? USA-ൽ തന്നെയാണെന്ന് വിചാരിക്കുക. USA-ൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു ഡാറ്റ ഞാൻ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ഇങ്ങോട്ട് പോകും, അതിൻ്റെ റെസ്പോൺസ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ എനിക്ക് റെസ്പോൺസ് കിട്ടുന്നതിലും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എളുപ്പത്തിൽ എനിക്ക് എവിടെ റെസ്പോൺസ് കിട്ടും? ഇവിടെ റെസ്പോൺസ് കിട്ടും. കാരണം എന്താ, ഞാനിരിക്കുന്നതും USA-ലാണ്, ഞാൻ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ ഇരിക്കുന്ന സെർവറും എവിടെയാണ്? USA-ലാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു റിക്വസ്റ്റിൻ്റെ പാത്തിലുള്ള റൗട്ടറുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ആ ഡാറ്റ എന്ത് ചെയ്യാൻ കഴിയും, ആക്സസ് ചെയ്യുന്നത് പോസിബിളാണ്. സെയിം സംഭവമാണ് ഞാൻ ഇവിടെയും പറഞ്ഞത്, ലോ ലാറ്റൻസി. അപ്പോൾ ഞാൻ സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു റീജിയൻ അല്ലേ,
സിംഗപ്പൂർ റീജിയണിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ബക്കറ്റിൽ എന്തുണ്ട്, ഡാറ്റ ഉണ്ട്. ഓക്കെ, ഞാനിരിക്കുന്നത് എവിടെയാണ്, ഞാനിരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് S3 ബക്കറ്റാണ്. അപ്പോൾ S3 ബക്കറ്റിന് AWSൻ്റെ സൈഡിൽ കുറച്ച് മെക്കാനിസം ഉണ്ട്, അതായത് റെപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതായത് ക്യാഷെ പോലെ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സിംഗപ്പൂർ റീജിയൻ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ സിംഗപ്പൂരിൽ എന്തുണ്ടായിരിക്കും, മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണുകൾ ഉണ്ടായിരിക്കും അല്ലേ, അവൈലബിലിറ്റി സോൺ ഉണ്ടായിരിക്കും. ഓരോ അവൈലബിലിറ്റി സോണിൻ്റെ അണ്ടറിൽ എന്തുണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടായിരിക്കും. ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, S3 ബക്കറ്റ് ഏതെങ്കിലും ഒരു അവൈലബിലിറ്റി സോണിലായിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്ത S3 ബക്കറ്റ് സിംഗപ്പൂർ റീജിയനിലെ ഏതെങ്കിലും ഒരു അവൈലബിലിറ്റി സോണിലായിരിക്കും. ബട്ട് AWS എന്ത് ചെയ്യും, അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടും റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, അതുപോലെ ഹൈ പെർഫോമൻസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് AWS എന്ത് ചെയ്യും, ഇതിൻ്റെ എല്ലാം റെപ്ലിക്കേഷൻ, അതായത് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത S3 ബക്കറ്റും അതിൻ്റെ അകത്തുള്ള ആ ഒരു ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒറിജിനൽ ആയിട്ടുള്ള S3 ബക്കറ്റിൻ്റെ ഓരോ കോപ്പികൾ എല്ലാ അവൈലബിലിറ്റി സോണിലും അതിലുള്ള ഡാറ്റാ സെൻറ്ററിലും എന്ത് ചെയ്യും, കീപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, എല്ലാവിധ റീജിയണിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഗ്ലോബലി ആക്സസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഈ ഡാറ്റ ഞാൻ ആക്സസ് ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് സിംഗപ്പൂർ S3 ബക്കറ്റ് എന്നല്ല വരുന്നത്, എന്തുണ്ടായിരിക്കും, ഇപ്പോൾ മേ ബി മുംബൈ റീജിയണിൽ എന്തുണ്ടായിരിക്കും, അവൈലബിലിറ്റി സോൺ ഉണ്ടായിരിക്കും, ഡാറ്റാ സെൻറ്റർ ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഒറിജിനൽ S3 ബക്കറ്റിൻ്റെ റെപ്ലിക്കേഷന് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ശരിക്കും പോണത് ഇങ്ങോട്ടാണ്, അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡാറ്റ റിട്രീവ് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഗ്ലോബലി ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ ലോ ലേറ്റൻസി ആയിരിക്കും, പെർഫോമൻസും ഹൈ ആയിരിക്കും. ഇപ്പോൾ AWSൻ്റെ സൈഡിൽ ഈ ഒരു റെപ്ലിക്കേഷൻ മെക്കാനിസം ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, നമ്മളെ റിക്വസ്റ്റ് പോകുന്നത് സിംഗപ്പൂരിലുള്ള ഒറിജിനൽ S3 ബക്കറ്റിലോട്ടായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് റൗട്ടറുകളിലൂടെ കടന്നിട്ടായിരിക്കും പോവുക. കുറച്ച് ഇത്തിരി ലേറ്റൻസി പീരീഡ് ഹൈ ആയിരിക്കും. ഓക്കെ, ബട്ട് AWSൻ്റെ സൈഡിൽ ഇത്തരം എന്തുണ്ട്, നമ്മൾ പോലും അറിയാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ റെപ്ലിക്കേഷൻ, അതായത് ഈ ബക്കറ്റിൽ എന്താണോ ഉള്ളത് സെയിം സാധനം എല്ലാവിധ സ്ഥലങ്ങളിലും ഗ്ലോബലി വേൾഡ് വൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ S3-ക്കകത്ത് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ആവുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. S3 ബക്കറ്റിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈപ്പ് ഉണ്ട്, ഗ്ലേസിയർ ഉണ്ട്, അതുപോലെ വേറെയും ഒത്തിരി ഉണ്ട്. നമുക്ക് നോക്കാം. S3 ക്ലാസ്സസ്, സ്റ്റോറേജ് ക്ലാസ് കണ്ടോ, S3 സ്റ്റാൻഡേർഡ് ഉണ്ട്, S3 ഇൻ്റലിജൻറ്റ് ടിയറിംഗ് ഉണ്ട്, S3 എക്സ്പ്രസ് 1 സോൺ ഉണ്ട്, സ്റ്റാൻഡേർഡ് IA ഉണ്ട്, 1 സോൺ IA ഉണ്ട്, ഗ്ലേസിയർ ഇൻസ്റ്റൻറ്റ് റിട്രീവൽ ഉണ്ട്, ഗ്ലേസിയർ ഫ്ലെക്സിബിൾ റിട്രീവൽ ഉണ്ട്, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നോർമലി നമ്മളൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ഗ്ലേസിയർ ഉണ്ട്, അതുപോലെ ഇൻ്റലിജൻറ്റ് IA ഉണ്ട്, 1 സോൺ ഉണ്ട്, 1 സോൺ IA ഉണ്ട്, അങ്ങനെ ഒത്തിരി ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സസിനൊക്കെ എന്തുണ്ട്, ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡിൽ ഞാനൊരു ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യുന്ന ബില്ലിംഗ് എമൗണ്ട് ആയിരിക്കില്ല ഗ്ലേസിയറിൽ ഞാൻ സ്റ്റോർ ചെയ്യുമ്പോൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഡാറ്റകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യണം.
അതായത് എനിക്ക് എപ്പോഴും എടുത്തു നോക്കേണ്ട കുറച്ച് ഡാറ്റകൾ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കോൺഫിഗറേഷൻ ഫയലാണ്, അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ട്. എനിക്ക് S3 ബക്കറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അത് എന്ത് ചെയ്യണം, അത് ജസ്റ്റ് റെഫർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കത് ആക്സസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്ന ഒരു ഡാറ്റ. നെക്സ്റ്റ് ഒരു ഡാറ്റാബേസിൻ്റെ എന്തുണ്ട്, ഒരു ഡംപ് ഫയൽ ഉണ്ട് നമ്മുടെ അടുത്ത്, അല്ലാണ്ട് ഒരു ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ ഇത്തരം ബാക്കപ്പ് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യണം എന്നുണ്ടാകുമ്പോഴേ നമ്മളത് ആക്സസ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത ടൈമിൽ നമ്മൾ അതിൽ ഒന്നും തൊട്ട് കളിക്കാനൊന്നും പോയില്ല. നമ്മൾ ബാക്കപ്പ് എടുത്ത് അത് കീപ്പ് ചെയ്ത് വെക്കും. എപ്പോഴെങ്കിലും നമുക്ക് റീസ്റ്റോർ ചെയ്യണം, എന്തെങ്കിലും മിസ്കോൺഫിഗറേഷൻ വന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബാക്കപ്പ് എടുത്തിട്ട് അത് റീസ്റ്റോർ ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടിലും ഡിഫറെൻ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റയാണ്, ഒന്ന് ഇൻഫ്രീക്വൻ്റ് ഡാറ്റയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും, ചെറിയ ചെറിയ രീതിയിൽ ഒന്ന് കളിക്കാൻ കഴിയും. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ട ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡിൽ സ്റ്റോർ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഡാറ്റ അല്ല, വല്ലപ്പോഴൊക്കെ ആവശ്യമുള്ളൂ, മേ ബി 1 കൊല്ലം കഴിഞ്ഞിട്ടോ 2 കൊല്ലം കഴിഞ്ഞിട്ടോ ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഗ്ലേഷ്യർ പോലത്തേലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്റ്റോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിലൊക്കെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ എമൗണ്ട് കണ്ടോ. ഇപ്പോൾ ജനറൽ പർപ്പസ് ആമസോൺ S3 സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ജനറൽ പർപ്പസ് സ്റ്റോറേജ് ഫോർ ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഡാറ്റ. അതായത് എപ്പോഴും നമുക്ക് ആക്സസ് ചെയ്യേണ്ട ഡാറ്റകളാണ് നമ്മൾ സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യുന്നത്. ഇൻ്റലിജൻറ്റ് ടിയറിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോയിന്റുകളുണ്ടോ, ഓട്ടോമാറ്റിക് കോസ്റ്റ് സേവിങ് ഫോർ ഡാറ്റ വിത്ത് അൺനോൺ ചേഞ്ചിങ് ആക്സസ് പാറ്റേൺ. അതായത് പാറ്റേണും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും, നമ്മളുടെ ഇതിൻ്റെ കോസ്റ്റ് എല്ലാം കുറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതെല്ലാം ഇൻ്റർവ്യൂവിന് പലരും ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് എന്താണ്, തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സ്റ്റാൻഡേർഡും ഗ്ലേഷ്യറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സിമ്പിളാണ് കണ്ടോ, അത് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അതായത് ഇതിൻ്റെ റിട്രീവൽ ടൈം എല്ലാം കുറച്ച് ഡിലേ ആയിരിക്കും, അത്ര ഡിഫറൻസുകളുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റിലും എന്ത് വരും, നല്ല രീതിയിലുള്ള ഡിഫറൻസ് വരും. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു സെഷനിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അതിലും ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ്സും ജസ്റ്റ് നോക്കുക, ഒന്ന് റെഫർ ചെയ്യുക. ഇൻഫ്രീക്വൻ്റ് ആക്സസ് എന്താണ്, ഫ്രീക്വൻ്റ് ആക്സസ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഗ്ലേഷ്യർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്ന ഡാറ്റകൾ നമുക്ക് കീപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സർവിങ്. ഓക്കെ, സർവിങ് മീൻസ് ഒരു CDN പോലൊക്കെ നമ്മളുടെ S3 എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. CDN മീൻസ് കോണ്ടൻറ്റ് ഡെലിവറി നെറ്റ്വർക്ക്, അല്ലാതെ കോണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. CDN എല്ലാം കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് CDN എന്ന് പറയുന്നത് ലോജിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് സെർവറാണ്. ഈ സെർവർ ഇപ്പോൾ നമ്മൾ S3 പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബലി പ്ലേസ്ഡ് ആയിട്ടുള്ള സെർവറുകളാണ്. ഓക്കെ, അപ്പോൾ ഈ CDN ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു വെബ്സൈറ്റിലോട്ടോ ഒരു വെബ് ആപ്ലിക്കേഷനിലോട്ടൊക്കെ കണ്ടൻറ്റുകൾ ഡെലിവർ ചെയ്യാറുണ്ട് നെറ്റ്വർക്ക് ത്രൂ. ഓക്കെ, അതാണ് CDN. CDNൻ്റെ ബാക്കെൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. CDN എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. ലോജിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് സെർവറുകളാണ് CDN എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഗ്ലോബലി വേൾഡ് വൈഡ് എന്താണ് പ്ലേസ്ഡ് ആയിട്ടുള്ള സെർവറുകളാണ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റോ അല്ലാതെ ഒരു വെബ് ആപ്ലിക്കേഷനോ നമ്മൾ CDN ഉപയോഗിച്ച് അല്ലാണ്ട് നമ്മുടെ സെർവറിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറിജിനൽ ആപ്ലിക്കേഷൻ്റെ ക്യാഷ് എന്തുണ്ടായിരിക്കും, വേൾഡ് വൈഡ് ഡിഫറെൻറ്റ് റീജിയൻസിൽ അല്ലാണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോഴും അവിടെ എന്താണ് ബെനിഫിറ്റ്, എന്താണ്, ലോ ലാറ്റൻസി ആയിരിക്കും. ഇപ്പോൾ CDN ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായിരിക്കും, ലോ ലാറ്റൻസി ആയിരിക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തായിരിക്കും, നല്ല ഫാസ്റ്റിൽ ആപ്ലിക്കേഷൻ റൺ ചെയ്യും, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവും. ചില ആപ്ലിക്കേഷനിൽ നമ്മൾ കയറി കണ്ടിട്ടില്ല, ആപ്ലിക്കേഷനിൽ ടെക്സ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടായിരിക്കും, മേ ബി അതിലുള്ള ഇമേജസ് പയ്യെ അയക്കാനും വരുന്നത്, ഒരു 5 സെക്കൻഡ് ഡിലേ ആയിട്ടായിരിക്കും വരുന്നത്. അതല്ല ആ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഭയങ്കര ഡിലേ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, ലാറ്റൻസി പീരീഡൊക്കെ ഹൈ ആയതുകൊണ്ടാണ്.
അപ്പോൾ CDN ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരം കണ്ടൻറ്റുകൾ, ഇമേജസോ വീഡിയോസോ ഒക്കെ ഒരു വെബ് ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ ഡെലിവറി ചെയ്യണത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലാറ്റൻസി പീരീഡ് ലോ ആയിരിക്കും, നമുക്ക് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കിട്ടും ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതേപോലെ CDN പോലെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? S3 യൂസ് ചെയ്യാറുണ്ട്. കാരണം CDNൻ്റെ അതേപോലെയാണല്ലോ S3. S3യും ഗ്ലോബലി എന്താണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്റ്റോറേജാണ്. അപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലോട്ടോ ഒക്കെയുള്ള ഇമേജസ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും കണ്ടൻറ്റുകളോ വീഡിയോസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ S3യിൽ കൊടുത്ത് സ്റ്റോർ ചെയ്യും. S3യിലെ URL ആയിരിക്കും ആപ്ലിക്കേഷൻ പുൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ രീതിയിലും നമ്മളുടെ S3 ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെല്ലാം പല രീതിയിലും ബുദ്ധിപരമായിട്ട് നമുക്ക് പല കാര്യങ്ങൾക്കും S3 യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സർവിങ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് വരെ ഹോസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് S3യിലുണ്ട്. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് പോസിബിളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടിങ് കോൺഫിഗറേഷൻ ഫയലുകൾ, ബാക്കപ്പ് ഫയലുകൾ, ഡംപ് ഫയലുകൾ, ഓൺലൈൻ ബാക്കപ്പ് വല്ലതും എടുക്കുന്ന ആപ്ലിക്കേഷനാണെങ്കിൽ അതിൻ്റെ ബാക്കപ്പൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. സ്റ്റാൻഡേർഡിൽ വേണമെന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇപ്പോൾ അടുത്തൊന്നും എപ്പോഴും വേണ്ട ആവശ്യം ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഒന്നും കൂടി ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്ലാസ്സസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടി നമുക്ക് ക്യാഷ് അവിടെയും ഒപ്റ്റിമൈസ് ചെയ്യാം. പിന്നെ 1 TB ഒക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാലും വളരെ വലിയ എമൗണ്ട് ഒന്നും നമുക്ക് വരത്തില്ല, വളരെ തുച്ഛം ക്യാഷേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു $0.025 എങ്ങാണ്ട് വരുള്ളൂ, എന്ത് പെർ GB പെർ TB എങ്ങാണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്താൽ മതി. നിങ്ങളിത് വായിക്കുമ്പോൾ തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നോക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യം പിടികിട്ടും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. ഞാനൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബക്കറ്റിന് ഞാൻ എന്ത് ചെയ്യാണ്, യുണീക്ക് ആയിട്ടുള്ള പേര് കൊടുക്കണമെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, മൈ ഡെമോ 3 ബാഷ് ഓപ്സ് എന്ന് കൊടുത്തു. മൈ ഡെമോ S3 ബാഷ് ഓപ്സ് എന്ന് കൊടുത്തു. അതായത് യുണീക്ക് ആയിട്ടുള്ളൊരു പേര് കൊടുക്കുമെന്ന് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. മേ ബി ഇനി ഈ ഒരു നെയിം ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ഓക്കെ, ഒബ്ജക്റ്റ് ഓണർഷിപ്പ് ഉണ്ട്, ACL ഡിസേബിൾഡ് ആണ് ബൈ ഡിഫോൾട്ട്. നമുക്ക് എനേബിൾ ചെയ്യാം. ACL എന്താണ്, ബക്കറ്റ് പോളിസി എന്താണെന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ വരും. ഓക്കെ, ഇവിടെ കണ്ടോ, ബൈ ഡിഫോൾട്ടായിട്ട് ബ്ലോക്ക് പബ്ലിക് ആക്സസ് സെറ്റിങ്സ് ഫോർ ദിസ് ബക്കറ്റ്. അതായത് ഈ ബക്കറ്റിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ബക്കറ്റ് ഗ്ലോബലി ആക്സസിബിൾ ആണ് അല്ലേ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ബട്ട് ബൈ ഡിഫോൾട്ട് എന്താ ചെയ്തിട്ടുള്ളത്, AWS ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആർക്കും പബ്ലിക്കലി ഈ ബക്കറ്റ് ആക്സസിബിൾ അല്ല, കാരണം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റൊക്കെയാണ് S3യിൽ ഹോസ്റ്റ് ചെയ്യണതെന്നുണ്ടെങ്കിൽ പബ്ലിക് ആക്സസ് ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല, ആർക്കും ആ ഒരു വെബ്സൈറ്റ് ആക്സസിബിൾ ആവത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡിസേബിൾ ചെയ്യും. നമുക്കങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വാർണിംഗ് മെസ്സേജും വരുന്നുണ്ടായിരിക്കും. ടേണിംഗ് ഓഫ് ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് മൈറ്റ് റിസൾട്ട് ഇൻ ദിസ് ബക്കറ്റ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഇത്. അതായത് ആ ഒരു സെക്യൂരിറ്റി ടേം നമ്മളങ്ങ് കൂടി മനസ്സിലാക്കി തരണം. അതായത് നമ്മൾ അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് ഡിസേബിൾ ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സെൻസിറ്റീവ് ഡാറ്റകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ തൽക്കാലം ബ്ലോക്കിൽ കിടക്കട്ടെ, ബ്ലോക്കിൽ ഇട്ടും. അതുപോലെ ബക്കറ്റ് വേർഷനിങ് ഉണ്ട്, വേർഷനിങ് ഒക്കെ എന്താണെന്ന് പയ്യെ പറയാം. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു ഒബ്ജക്റ്റ് ഇടുന്നതുള്ളൂ. ഓക്കെ, ബക്കറ്റ് വേർഷനിങ് എന്താണ്, അതുപോലെ ACL എന്താണ്, ബക്കറ്റ് പോളിസീസ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബക്കറ്റ് വേർഷനിങ് ഡിസേബിൾഡ് ആണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്, ബൈ ഡിഫോൾട്ട് ഡിസേബിൾ ആണ്. ടാഗ് നെയിം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, എന്തെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ട് AWS നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സെർവർ സൈഡ് എൻക്രിപ്ഷൻ തരുന്നുണ്ട്. അതായത് അതൊരു സെക്യൂരിറ്റി സൈഡാണ് അല്ലേ. S3 ബക്കറ്റിലുള്ള ഇതിന് സെർവർ സൈഡ് ഒരു എൻക്രിപ്ഷനൊക്കെ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ വാട്സപ്പിലൊക്കെ നമുക്ക് നമ്മുടെ മെസ്സേജസ് ഒക്കെ എന്താണ്, എൻക്രിപ്റ്റഡ് ആണല്ലേ. അതായത് സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവർ ഷെയർ ചെയ്യുന്ന ഡാറ്റകൾ കാണാൻ കഴിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് വരുന്ന ആർക്കും അത് കാണാൻ കഴിയില്ല, ആ ഒരു നെറ്റ്വർക്ക് പൂളിൽ വരുന്ന.
അതുപോലെ തന്നെ നമ്മളുടെ ഈ ഡാറ്റ എന്താണ്, സെർവർ സൈഡ് എൻക്രിപ്റ്റഡ് ആണ്. ഒരുപാട് മുന്നൊക്കെ ഇതെന്തായിരുന്നു, ബൈ ഡിഫോൾട്ടായിട്ട് വന്നിരുന്നില്ല, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻക്രിപ്ഷൻ കൊടുക്കായിരുന്നു. ഇപ്പോൾ പുതിയ AWSൻ്റെ ഒരു അപ്ഡേഷനിൽ എന്ത് വരുന്നുണ്ട്, ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ സെർവർ സൈഡ് എൻക്രിപ്ഷൻ വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയാൽ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ബക്കറ്റ് കൊടുക്കണം. കാരണം ഈ ബക്കറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്, അതായത് ആ ഒരു നെയിം എന്താണ്, മൈ ഡെമോ S3 ബാഷ് ഷോപ്സ് എന്ന് കൊടുത്ത് ആ ഒരു പേര് എന്താണ്, ഒരു യുണീക്ക് നെയിം ആയതുകൊണ്ടാണ് ഈ ബക്കറ്റ് ക്രിയേറ്റ് ആയത്. ബക്കറ്റിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ ബക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾക്ക് വേണ്ട ഒബ്ജക്റ്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബക്കറ്റ് നമ്മൾ ജസ്റ്റ് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്നും ഇതുവരെ സ്റ്റോർ ചെയ്തിട്ടില്ല. ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് കാണാം, പെർമിഷൻസ് കാണാം, മെട്രിക്സ്, മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഈ ഒരു S3 ബക്കറ്റിലോട്ട് ഒരു ഒബ്ജക്റ്റ് ഞാൻ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് കൊടുക്കാം, ഇവിടെ അപ്ലോഡ് കൊടുക്കാം, എവിടെയും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ അപ്ലോഡ് കൊടുത്തിട്ട് കണ്ടോ ഇങ്ങനൊരു വിൻഡോ വരും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ ലോക്കൽ മെഷീനിൽ എന്തെങ്കിലും ഫയലുകളോ എന്തെങ്കിലും ഇമേജസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഫയൽസ് ഉണ്ട്, ആഡ് ഫോൾഡർ ഉണ്ട്, എന്തുണ്ട്, ഞാൻ ഇവിടെ ആഡ് ഫയൽസ് കൊടുത്തു. ഓക്കെ, ഞാൻ ഡോക്യുമെൻറ്റ്സിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഫയല് കണ്ടോ, AWS monitoring.txt ഒരു TXT ഫയൽ ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ എൻ്റെ S3 ബക്കറ്റിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ എന്താ ചെയ്തത്, ഒരു ഫോൾഡറാണ് എനിക്ക് കൊണ്ടുവരണമെങ്കിൽ ആഡ് ഫോൾഡർ കൊടുക്കാം. ഇവിടെ ആഡ് ഫയൽ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലുള്ള ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു TXT ഫയൽ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തു. കണ്ടോ, അതിന് ഡെസ്റ്റിനേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ അപ്ലോഡ് കൊടുത്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, വിത്തിൻ സെക്കൻഡ് കൊണ്ട് AWS മോണിറ്ററിങ് എന്ന് പറയുന്ന എൻ്റെ ഒരു TXT ഫയൽ നമ്മളുടെ ബക്കറ്റിൽ സ്റ്റോറായി. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഞാനിപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത എൻ്റെ ഒരു ഒബ്ജക്റ്റ്, ഇതൊരു TXT ഫയൽ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ S3യുടെ ഒരു ഭാഷയിൽ പറയുമ്പോൾ എന്താണ്, S3യിലെ ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ, TXT ഫയലാണ്, ബട്ട് എന്താണ്, അതൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സൈസ് കാണാം, ടെക്സ്റ്റ് പ്ലെയിൻ ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒബ്ജക്റ്റിന് എന്തുണ്ടായിരിക്കും, ഒരു 2 ഓണറിൻ്റെ ID കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഏതാണ് റീജിയൻ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ടൈപ്പ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ കീ നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, താഴോട്ട് വന്നാൽ വേറെയും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, സ്റ്റോറേജ് ക്ലാസ് ഏതാ കിടക്കുന്നത്, സ്റ്റാൻഡേർഡ് ആണ് കിടക്കുന്നത്. ഗ്ലേസിയറോ ഇൻ്റലിജൻ്റ് ആയ 1 സോണോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. പിന്നെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ആമസോണിൻ്റെ S3 പ്രൈസിങ്ങും അതുപോലെ കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ നോക്കേണ്ടത് എന്താണ്, ഏതൊരു ഒബ്ജക്റ്റ് ഒരു ബക്കറ്റിൽ കൊണ്ടുപോയി നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടായിരിക്കും, 2 തരത്തിലുള്ള URL ഉണ്ടായിരിക്കും. ഒരെണ്ണം S3 URLഉം ഒരെണ്ണം ഒബ്ജക്റ്റ് URLഉം. ഈ ഒബ്ജക്റ്റ് URL എപ്പോഴും എന്തായിരിക്കും, HTTPS ഉപയോഗിച്ചിട്ടുള്ള ഒരു URL ആയിരിക്കും. കണ്ടോ, https:// നമ്മളുടെ ബക്കറ്റിൻ്റെ നെയിം കണ്ടോ, മൈ ഡെമോ S3 ബാഷ് ഷോപ്സ് ഡോട്ട്, അതിൻ്റെ ഒരു API Amazon AWS.com/AWS+ മോണിറ്ററിംഗ് നമ്മുടെ ആ ഒരു ഫയലിൻ്റെ പേര്, ഇതായിരിക്കും ഒബ്ജക്റ്റ് URL, ഇത് S3 URL. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഇമേജ്, ഞാനൊരു വെബ്സൈറ്റാണ് ഞാൻ S3യിൽ പോസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു വെബ്സൈറ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, S3 URL ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റ് URL ഉണ്ടായിരിക്കും. ഈ ഒബ്ജക്റ്റ് URL എടുത്തിട്ട് ഞാൻ ബ്രൗസർ, HTTPS ആണ് പ്രോട്ടോക്കോൾ, അതുകൊണ്ട് ഒരു ബ്രൗസറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണാൻ കഴിയും, എൻ്റെ വെബ്സൈറ്റ് എനിക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയലാണ് ഒബ്ജക്റ്റായിട്ട് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിനും എന്തുണ്ട്, ഒരു HTTPS URL ഉണ്ട്. അത് കോൾ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്, എററാണ് കിട്ടുന്നത്. എററിൽ എന്താ പറയുന്നത്, ആക്സസ് ഡിനൈഡ്. ഈ ആക്സസ് ഡിനൈഡ് ആവാനുള്ള കാരണം എന്താ, ഒരു റീസൺ എന്ന് പറയുന്നത്
നമ്മൾ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ആ ബക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ബക്കറ്റിൻ്റെ പെർമിഷൻ നോക്കിയാൽ മതി. പെർമിഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് ഓൺ ആണ്. അതായത് പബ്ലിക്കലി ഈ ഒരു ഒബ്ജക്റ്റ് ആർക്കും ആക്സസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്ത് URL ഉണ്ടല്ലോ, ഈ URL നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്കും ഇതുപോലെ ആക്സസ് ഡിനൈഡ് ആയിരിക്കും. ബട്ട് ഞാനൊരു വെബ്സൈറ്റ് ആണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ല ഒരു ഇമേജ്, ജസ്റ്റ് ഞാനൊരു ഇമേജാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഒബ്ജക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇമേജിനും എന്തുണ്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതൊരു ഇമേജ് ആണെന്ന് വിചാരിക്കുക. ഈ ഇമേജിന് എന്തുണ്ടായിരിക്കും? ഒരു URL ഉണ്ടായിരിക്കും. ആ URL ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഇമേജ് ഇവിടെ കാണണം. ഇവിടെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബക്കറ്റിൽ പോയിട്ട് ബക്കറ്റിൻ്റെ പെർമിഷനിൽ ആ ബ്ലോക്ക് ഉള്ളതൊക്കെ നമ്മൾ മാറ്റണം. എന്നാലേ നമുക്ക് പബ്ലിക്കലി ആക്സസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, S3യെ കുറിച്ച്, S3യുടെ ഫീച്ചേഴ്സ് എന്താണ്, S3 എങ്ങനെയൊക്കെയാണ്, എത്ര തരം ക്ലാസ്സസ് ഉണ്ട്, എന്തൊക്കെയാണ് S3യിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും, S3യുടെ ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓവറോൾ മനസ്സിലാക്കി വെക്കുക. ബക്കറ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു ബക്കറ്റിൽ നമുക്ക് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. ആ സ്റ്റോർ ചെയ്ത ഒബ്ജക്റ്റിന് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്, ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നമുക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. അതുപോലെ പബ്ലിക്കലി നമുക്ക് എങ്ങനെയൊക്കെ ആക്സസിബിൾ ആക്കാം, എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ സെക്യൂരിറ്റി കൊണ്ടുവരാം നമ്മളുടെ ബക്കറ്റിലോട്ട്, അല്ലാണ്ട് നമ്മുടെ ഒബ്ജക്റ്റിലോട്ട് ബക്കറ്റ് പോളിസി ആയിട്ടും ACL ഒക്കെ ആയിട്ട് നമുക്ക് എത്രത്തോളം കൂടുതൽ സെക്യൂർഡ് ആക്കാം, അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കത് എങ്ങനെ പബ്ലിക്കലി ആക്സസിബിൾ ആക്കാം, ഇത്തരം കാര്യങ്ങൾ നോക്കണം. അതുപോലെ CLI ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ടെർമിനലിൽ നിന്നും എങ്ങനെ S3 ആക്സസ് ചെയ്യാം കമാൻഡ് ലൈൻ ഉപയോഗിച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എന്ത് ചെയ്യുക, ഇത്തരം സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ.